നമ്മൾ പുതിയൊരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കുകയാണ്. എൻ്റെ ദൈവം. ദാർശനികമായ ഈ സമസ്യ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ചിന്തിക്കാത്ത ആരും ഉണ്ടാകില്ല. ഏറ്റവും പണ്ഡിതൻ മുതൽ പാമരൻ വരെ ഒരിക്കലെങ്കിലും ദൈവീക ചിന്ത വിശ്വസിക്കാനാണെങ്കിലും അവിശ്വസിക്കാനാണെങ്കിലും മനസ്സിൽ ഈ ചിന്ത ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് എൻ്റെ ദൈവം എന്ന ഈ പരിപാടിയിൽ അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാൻ ഒരിക്കലും മടികാട്ടാത്ത, ഉള്ളിലുള്ള കാര്യങ്ങൾ ചങ്കൂറ്റത്തോടെ എടുത്തടിച്ച രീതിയിൽ പറയുന്ന, ഒരുപാട് പേർക്ക് ആരാധനാപാത്രവും ഒരുപാട് പേർക്ക് സംവാദങ്ങൾ ഉയർത്തുന്ന വ്യക്തിയുമായി ഒക്കെ കണക്കാക്കപ്പെടുന്ന കേരള കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാൻ, നമ്മുടെ പ്രിയപ്പെട്ട ജനനായകനായ ചീഫ് വിപ്പ് ശ്രീ PC ജോർജാണ് നമ്മളോട്. നമസ്കാരം. നമസ്കാരം. ജോർജ് സാറിന് എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായമാണ്. ലോകത്തിൽ ഞങ്ങൾ തമാശയ്ക്ക് മീഡിയക്കാരുടെ പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ നിലപാടറിയണമെങ്കിൽ ശ്രീ PC ജോർജിനോട് ചോദിക്കണം, കൃത്യമായി പറയാം. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, പക്ഷേ ഇതൊരു സൈദ്ധാന്തിക ദാർശനിക വിഷയമാണ്. എൻ്റെ ദൈവം അങ്ങ് എങ്ങനെയാണ് ആ സങ്കല്പത്തേക്കാൾ? ദൈവം ഉണ്ടെന്നൊരു വിശ്വാസിയാണ് ഞാൻ. ദൈവമുണ്ട്. ദൈവമുണ്ടെന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈരാറ്റുപേട്ടയാണല്ലോ എൻ്റെ നാട്. സ്വാഭാവികമായി മുസ്ലിം സമുദായവും ആയിട്ട് അവരോട് വളരെ നല്ല ബന്ധം. പിന്നെ വീട്ടിലെ ജോലിക്കാരുമായിട്ട് വരുന്ന ഹൈന്ദവ സഹോദരനോട് നല്ല ബന്ധം. അങ്ങനെ ഒരു എൻ്റെ ദൈവ ചിന്തയിൽ എപ്പോഴും ഒരു 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 സെക്കുലർ കളറാണ് വന്നത്. എനിക്ക് അറിയത്തില്ല, എന്തോ അങ്ങനെ എൻ്റെ ജീവിതം ആരംഭം മുതൽ വന്നു. ദൈവം ഉണ്ടെന്നുള്ളതിന് അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഒരു അപകടമാണ് ഏറ്റവും എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ മുറുകെ പിടിച്ച സംഭവമാണ്. ഞാൻ എൻ്റെ മൂത്ത മകൻ ഷോണിൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ തിരുവനന്തപുരത്ത്, അറിയാമല്ലോ ഷോൺ പാർവതിയൊക്കെ. അന്ന് എൻ്റെ രണ്ടാമത്തെ മകൻ, അവൻ വളരെ കൊച്ചാണ്, PW റെസ്റ്റ് ഹൗസിൻ്റെ 3ാം നില മുകളിൽ താഴോട്ട് പോയി. ഒന്ന് ആലോചിച്ച്, ഞാൻ താഴോട്ട് പോയി. അന്നേരം തന്നെ ഷോൺ ഓടിയെത്തി ആശുപത്രിയിലോട്ട് പോയത്. ഞാൻ MLA കോട്ടേഴ്സിൽ നിന്ന് ആശുപത്രിയിലോട്ട് പോകുന്നു. ഇവൻ പോയി എന്നാ എൻ്റെ ഇവൻ പോയല്ലോ എന്ന്. കാരണം 3ാം നില മുകളിൽ നിന്ന് കുഞ്ഞു കൊച്ചു താഴോട്ട് പോയാൽ പിന്നെ മിച്ചമുണ്ട്. കാരണം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന വഴി ഇവൻ്റെ ബനിയൻ ഇങ്ങനെ എടുക്കാണ്ട് കൈ നീട്ടി തെന്നി താഴോട്ട് പോയി. ഞാൻ കഴിഞ്ഞ് ആശുപത്രി ചെന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടർമാർ പരിശോധന കഴിച്ചു. അപ്പോൾ അവൻ ഈ കഴുത്തിൽ ഈ ചരട് കൊണ്ടുള്ള കൊന്തയുണ്ട് അവൻ്റെ കൈ, ഇവിടെ കഴുത്തേൽ കയ്യേലും കെട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ കൊന്ത. ഇവൻ ഈ കൊന്ത മുറുകെ പിടിച്ച് ഈ കൊന്ത വിടുകയില്ല അവൻ, ആരും ബോധത്തിലാണെങ്കിലും. ഇത് കഴിഞ്ഞ് പരിശോധന എല്ലാം കഴിഞ്ഞ് ഡോക്ടർമാർ ഒരു കുഴപ്പമില്ലെന്നുള്ളൂ, ഒരു ചെറിയ മയക്കോളും. എനിക്കത് വിശ്വാസം വരാത്തതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ ലൈക്ക് ഷോ ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സ്കാനിങ് കംപ്ലീറ്റ് നടത്തി. അതെന്ന് വെച്ചാൽ ഡോക്ടർമാർ ഈ കൊച്ചു വീണെന്ന് ആര് പറഞ്ഞത് എന്നോട്. ഒരു അപകടമില്ല, ഒരു എല്ലൊടിഞ്ഞിട്ട് പോലുമില്ല. എനിക്കിത് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ നേർച്ചകട ബഹളമായിരുന്നു. ഞാനും ഭാര്യയും പിന്നെ എൻ്റെ അറിയാവുന്ന എല്ലാം നേർച്ചയായിരുന്നു. പിന്നെ പള്ളി വിചാരിച്ച് നേർച്ച എന്ന് വെച്ചാൽ വലിയൊരു സംഭവമായിരുന്നു. ഒരു മണിക്കൂർ പോലും ആശുപത്രി കിടക്കേണ്ടി വന്നില്ല, കൊണ്ടുവരികയാണ്. ഞാനിത് കഴിഞ്ഞ് ഈ കൊച്ചു വീണിടം കാണാനായിട്ട് അവിടെ ചെന്നു. അതുകൂടെ കണ്ടപ്പം ദൈവം ഉണ്ടെന്നുള്ള യാതൊരു സംശയമില്ലാന്ന് പൂർത്തിയായി. കാരണം 3ാം നിലയുടെ മുകളിൽ നിന്ന് കൊച്ചു വീണ സ്ഥലം എന്ന് പറയുന്നത് മണ്ണയിലോട്ടാണ്. അത് മണ്ണെന്നാലും അപകടമുണ്ട്. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു 2 അടി ഈ വീണ ഇടയൊഴിച്ച് ബാക്കി കംപ്ലീറ്റ് ഈ നമ്മുടെ ബിയർ കുപ്പി പൊട്ടിച്ച് 100 കണക്കിന് കുപ്പി പൊട്ടിച്ച് കിടക്കുക. ഒരു സൈഡ് കംപ്ലീറ്റ്, ഇവിടെ കംപ്ലീറ്റ് കോൺക്രീറ്റ്. അതിനിടയ്ക്ക് ഒരു 2 അടിയോളത്തേക്ക് കൊച്ചു ഒന്ന് വീണത്. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത് വീഴപ്പോൾ എനിക്ക് എന്താ ഫീൽ? ഇവൻ പറയുന്നത് എന്നെ ആരോ കൈയെ പിടിച്ച് പൊക്കി പിടിച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വീണില്ലെന്ന് അവൻ പറയുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൈവവിശ്വാസത്തിൻ്റെ ഒരു ഇതായിട്ട്. അല്ല, നമ്മളങ്ങനെ വീഴുമ്പം താങ്ങാനല്ലേ, നമ്മൾ പോലും അറിയാതെ അവനെ താങ്ങി ദൈവം എന്ന് അവൻ പറയുന്നത്. ഈ കൊച്ച് വളരെ കുഞ്ഞാണെങ്കിലും പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലവൻ പ്രാർത്ഥന എങ്ങനെയാണെന്നവൻ. അതുകൊണ്ട് പ്രാർത്ഥനയും ഗുണമുണ്ടെന്നുള്ളൊരു സംശയമില്ല. ഞാനതുകൊണ്ട് ദൈവം ഉണ്ടെന്നുള്ളൊരു സംശയമില്ല. ദൈവം ഉണ്ടെന്നുള്ളതിന് 100 കണക്കിന് നേതാക്കന്മാരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് തർക്കം ഉണ്ടായിട്ടുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, സഖാവ് പിണറായി വിജയൻ. വലിയ രസമാണ്.
അപ്പോൾ അദ്ദേഹം അന്ന് ഇലക്ട്രിസിറ്റി മന്ത്രിയാണ്. ഞാനിവിടെ ഭയങ്കര അടുപ്പാണ്. ഞാനിങ്ങനെ നല്ല മന്ത്രി എന്തെങ്കിലും വളരെ വിജയമാണല്ലോ, നല്ല അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ ദൈവം എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ ഞാൻ ഒരു വാക്കിന് 2 ദൈവം പറിച്ചിട്ടുണ്ട്. അങ്ങനെ അതെ, ആ ദൈവം പുള്ളി ഞാൻ ദൈവം അതെന്താ എന്ന് കളിയാക്കി എന്നുവെച്ചു. അപ്പം ഞാനുമായിട്ട് തർക്കമായി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവമില്ല, ഞങ്ങൾ കണ്ണൂരുകാർ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടോളാം. ഞങ്ങളുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെ ദൈവം ഉണ്ടെന്നായി ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അല്ല തലച്ചോറിലേക്ക് ദൈവം എന്നൊരു ചിന്ത കടത്തിവിടുന്നു. ഞങ്ങളത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ദൈവം എന്ന ചിന്ത ഇല്ല, കമ്മ്യൂണിസമാണ് ഞങ്ങളുടെ മനസ്സിൽ ചിന്ത. ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ അങ്ങനെ വരുന്ന ആ കുഞ്ഞുങ്ങളും ഭാവിയിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വേറൊന്നും ചെയ്യാറുണ്ട്. പുതിയ സംസ്കാരമല്ലേ, രാഹുൽ ഈശ്വരൻ ഉൾപ്പെടെ ഒരു പുതിയ സംസ്കാരത്തിൽ ഞാൻ പറയുമ്പം ഒരു അനിയനോട് എനിക്ക് ഭയങ്കര സ്നേഹം കൊണ്ട് തന്നെ മനസ്സിലായല്ലോ. നിങ്ങളൊക്കെ ഈ ബ്ലോഗും ഇൻ്റർനെറ്റും ഇതിലൊക്കെ ജീവിതമാണ്. ഫേസ്ബുക്ക് ആ ജീവിതത്തിൽ ഞാൻ കാണുന്ന അപകടം, സ്നേഹം കുറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നതാര് അവരോടുള്ള സ്നേഹമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പറയുന്നതാര് അവരോടുള്ള സ്നേഹമാണ്. സ്നേഹം അതല്ലല്ലോ. സ്നേഹം എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ സ്നേഹം വേണ്ടേ, സഹോദരനോട് ബന്ധം വേണ്ടേ, ഗുരുത്വമുള്ളവരായ കുഞ്ഞുങ്ങൾ വളരണം. മാതാപിതാക്കന്മാരെ പോലെ തന്നെ ദൈവതുല്യരല്ലേ നമ്മുടെ അധ്യാപകർ, ഗുരുജനങ്ങൾ, അവരുടെ അനുഗ്രഹം മേടിക്കണ്ടേ, ഇതൊക്കെ പറയും. ഇപ്പോൾ നമ്മുടെ വളർന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം പിള്ളേർക്ക് ഈ മാതാപിതാക്കന്മാർ അവർ പണം കായ്ക്കുന്ന ഒരു മരം എന്നതിനപ്പുറത്ത് ഒരു സ്നേഹം, ഇവർക്കൊരു സോഷ്യൽ നെറ്റ്വർക്കേ ഉള്ളൂ, ഇൻഡിവിജ്വൽ റിലേഷൻസ് ഇല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറുത്തതും വെളുത്തതും ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ, ഏതാണ് ശരി ഏതാണ് തെറ്റ്. ശരിയെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് മഹത്വമുണ്ടെന്നും തെറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിലെ അപകടത്തിലേക്കും മോശത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നും മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണ്ടേ. അത് തന്നെയാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇന്ന് വരെ എന്നേക്കാൾ പ്രായമുള്ള ഒരാളെ പേര് പറഞ്ഞ് ഞാൻ വിളിക്കാനാണ്. ഒന്നെങ്കിൽ ജ്യേഷ്ഠ അല്ല ചേച്ചി അങ്ങനെ വിളിക്കാറുള്ളൂ. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റില്ല അങ്ങനെ വിളിക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെന്താ അപ്പനെ കയറി പോലും പേരാ വിളിക്കുന്നത്. ഫാഷനുമാണ്. എടാ വാടാ, എടി വാടി, എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഒരു പുതിയ കൾച്ചർ കടന്നു വരിക. ഈ കൾച്ചർ ഗുണമാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ പഴയ ആ സംസ്കാരമാണ്. ഭാരതത്തിനൊരു സംസ്കാരമുണ്ടല്ലോ, അത് ഋഷീശ്വരന്മാരുടെ സംസ്കാരമാണ്. അതിന് ആദരവും ബഹുമാനവും ഉള്ള സംസ്കാരമാണ്. ആ സംസ്കാരത്തെ, ആ പൈതൃകം കളയാതെ സൂക്ഷിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അങ്ങ് നേരത്തെ പറഞ്ഞൊരു വാക്ക് രസകരമായി തോന്നി, എന്നെ ആരോ താങ്ങിയതുപോലെ തോന്നിയത്. ബൈബിളിലെ രസകരമായ ഒരു വചനമാണ്, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു, ഡോണ്ട് വറി. അതായത് നമുക്ക് വേണ്ടി ദൈവം ഒരു പ്ലാൻ ഉണ്ട്. അപ്പം അങ്ങേക്കും അങ്ങയുടെ വളരെ സംഭവബഹുലമായൊരു ജീവിതമാണ്. ഒരുപക്ഷെ നാട്ടുകാരുടെ ദൃഷ്ടിയിൽ തന്നെ ഏറ്റവും ആക്റ്റീവായ എനർജറ്റിക്കായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഒരുപാട് വിവാദങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങേക്ക് തിരിഞ്ഞു നോക്കുമ്പം ഐ ഹാവ് എ പ്ലാൻ ഫോർ യു എന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ തോന്നിയ അങ്ങയുടെ ഈ യാത്രയിലേക്ക് തന്നെ വഴിതിരിച്ച് വിട്ടതോ അല്ലെങ്കിൽ എങ്ങനെ വന്നതോ എന്തെങ്കിലും സംഭവങ്ങളോ? ഞാൻ അതായത് ഓരോ കാര്യം എടുക്കുമ്പോഴേക്ക് എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത് ദൈവനിശ്ചയം എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ വിദ്യാഭ്യാസ കാര്യം ഒരു കാരണവശാലും അന്ന് ഞാൻ എറണാകുളത്ത് പോയി പഠിക്കേണ്ട ആളല്ല. പാലാ സെൻറ് തോമസിൽ കോളേജ്, അന്നത്തെ കാലത്ത് 70 കാലഘട്ടം എന്ന് പറയുമ്പോൾ കാരണം അവിടെ നിന്നും പിള്ളേർക്ക് സ്കൂട്ടർ പോലും ഇല്ല. അന്ന് പാലാ സെൻറ് തോമസ് കോളേജ് ഇപ്പോൾ നീ പഠിക്കണമെന്ന് ഞാൻ അപ്പം എന്നെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ സ്കൂട്ടർ മേടിച്ചു തരാം, എല്ലാ പ്രലോഭനം അപ്പം തന്നെ ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് തേവരെ പോകണം. ഞാൻ തേവരെ പോയതുകൊണ്ടാണ് ഇങ്ങനത്തെ രാഷ്ട്രീയത്തിലേക്ക് പോയെന്ന് എൻ്റെ ഒരു ചിന്ത. അതൊക്കെ ഒരു നിമിത്തമാകുക. അപ്പോൾ അത് ദൈവം നിശ്ചയിച്ചു. പഠിച്ചിരുന്നെങ്കിൽ മറ്റൊരാളാവുമായിരുന്നു. ഞാൻ ഒരു ബിസിനസ്സുകാരനായി പോകുമായിരുന്നു, ഒരു സംശയമുണ്ട്. അല്ല പ്ലാനറോ അല്ലെങ്കിൽ ഒരിക്കലും ഇതേ രീതി വരണമെന്നല്ല. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് കേട്ടോ അത് പ്രായം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ദൈവത്തോട് കൂടുതൽ അടുപ്പമുണ്ട്. ഞാൻ മണ്ണാറശാല പോയി. ഞാൻ മണ്ണാറശാല ക്ഷേത്രത്തിൽ പോയ വലിയ ആരോപണമായിരുന്നു. ക്ഷേത്രത്തിൽ പോയി. ഇവിടെ എത്രയോ ക്രിസ്ത്യാനികൾ ക്ഷേത്രത്തിൽ പോകുന്ന ആര് പോകുന്നതിനും കുഴപ്പമില്ല, ഞാൻ പോകുന്നതിനും കുഴപ്പമുള്ളൂ. എന്ത് പാട്ടെ. ഞാനവിടെ പോകാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വലിയ ഒരു കൊട്ടേഴ്സ് സംഘ തലവൻ ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരി. ഞാൻ അവനോടുള്ള ബന്ധത്തിൻ്റെ പേരിൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഈ പരിപാടി കൊട്ടേഴ്സ് സംഘം നിർത്തി ക്രിമിനൽ കേസ് എന്നല്ല കല്യാണം അതിൽ നാദനം നായർ ഇറക്കാനാണ്. ഞാൻ കുറേ നേരം സംസാരിച്ചപ്പോൾ അവന് മനസ്സ് മാറ്റം ഉണ്ടായി. അവനങ്ങനെ ഇപ്പം മണ്ണാറശാല ക്ഷേത്രത്തിലെ പരിചാരകനെ ഒന്ന് ആലോചിക്കണം.
അപ്പോൾ അവൻ്റെ നേർച്ചയാണ് ഞാനിങ്ങനെ മണ്ണാർശ ക്ഷേത്രത്തിൽ പോകാനും തുലാഭാരം എടുക്കാനും കാര്യം. ശബരിമല എന്നെ നിയോജകമണ്ഡലത്തോട് ചേർന്നാണ്. ശബരിമല അയ്യപ്പൻ്റെ ചരിത്രം ദൈവികമായ ചരിത്രം പോലെ തന്നെ ഒരു സത്യമുണ്ട്. അയ്യപ്പൻ ഒരു സത്യമാണ്, നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ആ വാവരുസ്വാമി അതൊക്കെ ഒരു ചരിത്രമാണ്. ഇപ്പോഴും ആ വാവരുസ്വാമി അതേപടി തുടരുകയാണ്. ഒരാളെ വാവരുസ്വാമി നടക്കാനുണ്ട്. അതൊക്കെ ഒരു വലിയൊരു അത്ഭുതങ്ങളല്ലേ. ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാനിതെല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ പേട്ടകെട്ട്, അപ്പോൾ അവിടെ ആന വരുന്നു. കൊച്ചു ക്ഷേത്രത്തിന് മുമ്പിൽ തെരുമയിൽ വലിയ ചെണ്ട, ഭയങ്കര ബഹളമാണ്. ഞാനവിടെ ചെന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ചെണ്ട കൊട്ടാൻ കൂടി. ഞാനൊരു ചെണ്ടയിലുകാരനല്ലെങ്കിലും പക്ഷേ നല്ലോണം ചെണ്ടയാണ് ചെന്ന്. അതൊരു എല്ലാവരും ഇതെങ്ങനെയാണെന്ന് പറഞ്ഞത് അവരുടെ ഒപ്പം നിന്ന് ജനക്കൂട്ടത്തിന്റെ താളമാണ് അല്ലേ. പക്ഷേ സാർ ഇത് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നില്ല, ഈ ആർത്തുങ്കൽ വെളുത്തച്ഛൻ ക്രിസ്ത്യൻ പള്ളി ഇപ്പം ബസലിക്കായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അവിടുത്തെ വെളുത്തച്ഛനാണ് അയ്യപ്പന്റെ വിദ്യാഭ്യാസത്തിന് സഹായിച്ചത് എന്നാണ് അതിന്റെ ഐതിഹ്യം. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ അവിടെ തൊഴുതിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിലും പൊതുസമൂഹത്തിലും ഇത്രയും ലോകത്ത് സെക്കുലറിസം ഇത്രയും ഉള്ളൊരു നാടായ കേരളത്തിൽ ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു ചിന്ത പലപ്പോഴും. ദൈവനിഷേധ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ മതനിഷേധമാണ്, മതസൗഹാർദ്ദമല്ല എന്നൊരു ചിന്ത നമ്മുടെ നാട്ടിൽ എൻ്റെ മനസ്സിൽ തോന്നി. നമുക്കത് മാറ്റം വരണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ കുറച്ച് അഭിപ്രായക്കാരനാണ്. കാരണം ഇപ്പോൾ ഒരു പ്രമുഖ ദൈവാലയം, അത് ഹിന്ദു ക്ഷേത്രമാവട്ടെ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളുടെ ക്ഷേത്രമാവട്ടെ, അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ വരുന്ന തലമുറയ്ക്ക് കൂടുതൽ അടുത്തറിയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതിന് പകരം അവിടെ നിന്ന് പറിച്ചെറിയപ്പെടുക. ആ പറിച്ചെറിയപ്പെടലാണ് ഇന്നത്തെ യുവതലമുറയുടെ നഷ്ടം എന്നാണ് എൻ്റെ ഒരു ചിന്ത. മാറുന്ന കാലഘട്ടത്തിൽ ഒരു റിലീജിയസ് എന്നല്ല, ഒരു സ്പിരിച്വൽ എന്നൊക്കെ ഉള്ള ഒരു ദാർശനികമായ ഒരു ക്വസ്റ്റ് കുട്ടികളിൽ വേണമെന്നൊക്കെ വേണം. അപ്പം അങ്ങയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പറയുകയുണ്ടായി, തിരിഞ്ഞ് ഒരു പക്ഷേ ആ കോളേജിൽ പോയേണ്ട ഒരു സംഭവം. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തോട് ഏറ്റവും നന്ദി പറയുന്ന ഒരു സംഭവവും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ വേണ്ടായിരുന്നു, ഇറേസ് ചെയ്യുകയാണെങ്കിൽ, നല്ല ഡിലീറ്റ് അടിക്കാമെങ്കിൽ കമ്പ്യൂട്ടറിൽ പറ്റുന്നൊരു സംഭവം ഏതായിരിക്കും അങ്ങേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? പല മേഖലയും ചെല്ലുമ്പോൾ ദയനീയമായ കാഴ്ചപ്പാടുകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഒരു അപ്പൻ ഹാർട്ട് അറ്റാക്കായിട്ട് കിടക്കുന്നു, അമ്മയ്ക്ക് ക്യാൻസർ, മകനും വണ്ടി ആക്സിഡൻറ്റ്, ഇങ്ങനെ പല കുടുംബങ്ങൾ. ഇത് കാണുമ്പം ദൈവം ഉണ്ടോ, ദൈവം എന്താ നീതി ചെയ്യാത്തത് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ നമ്മുടെ പല വൈദികരോട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഖത്തീബുമാരുണ്ടല്ലോ, നമ്മുടെ മൗലവിമാരോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല ആളുകളോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മറ്റുള്ളവർക്ക് മാതൃകയാവാൻ ഇതാവശ്യമാണ്. ദൈവത്തെങ്കിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ വ്യാപരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ ഈയിനം നടപടികൾ ആവശ്യമാണ് എന്നാണ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ അങ്ങനെ പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുകയാണ്. സ്വർഗ നരകങ്ങൾ, നമുക്ക് ചെയ്ത പോലെ പൂർജന്മം പുനർജന്മം, ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എന്താ? അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം, ഈ സ്വർഗവും നരകവും അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭൂമിയിൽ തന്നെയാണെന്ന് പറയാൻ കാരണം, നമ്മൾ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിച്ച് നമുക്ക് പോകാൻ കഴിയും. നമ്മൾ മഹാപാപം ചെയ്ത് ഇങ്ങനെ ജീവിച്ച ദുഷ്ടനെ പലപോലെ വളർത്തും. പന പോലെ എന്ന് പറയുമ്പോൾ വലിയ വണ്ണത്തിലാണെന്ന് പറയും, പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ടും ഇടിഞ്ഞു വീഴുകയും ചെയ്യും. അതാണ് പന പോലെ എന്ന് പറഞ്ഞ് പറയാൻ കാരണം. ഈ വിതയ്ക്കുന്നത് കൊയ്യും, വിതയ്ക്കുന്നത് കൊയ്യും, അത് തന്നെ കറക്റ്റ്. അതായത് എൻ്റെ ഒരു വിശ്വാസം, നമ്മളൊരു പാപം ചെയ്താൽ അതിന് ശിക്ഷ കിട്ടിയേ മതി. എനിക്ക് കിട്ടിയില്ല, എൻ്റെ മകന് കിട്ടും. മകന് കിട്ടിയില്ല, കാരണവന്മാർ പറഞ്ഞ് 7 തലമുറ നിൽക്കുന്ന ഏറ്റവും വലിയ പാപം കൊലപാതകമാണ്. ഒരുവൻ്റെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ കൊടുക്കാത്ത ജീവൻ നമ്മളെങ്ങനെ എടുക്കും? അതാണ് ഏറ്റവും വലിയ തെറ്റ്. രണ്ടാമത് ഏറ്റവും വലിയ പാപമായിട്ട് ഞാൻ അസൂയ. ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് ചെറുപ്പക്കാരൻ വളരെ നല്ലവരെ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ അവസരമല്ലേ, അതിന് പകരം അവൻ അങ്ങനെ ആകുന്നു, അസൂയ. അത് ഏറ്റവും വലിയ പാപം, ദൈവശിക്ഷ കിട്ടുന്ന കാര്യമാണെന്ന് എൻ്റെ ഒരു കാർഡിനൽ സിൻസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ആ രീതി ദൈവമൊന്നും ഒരു ഗ്രന്ഥത്തിലോ ഒരു ലൈബ്രറിയിലോ ഒതുക്കാൻ പറ്റാത്ത സങ്കല്പത്തെ ഒരു വാക്കിലേക്ക് ഒതുക്കിയാൽ ഏത് വാക്കിലേക്കായിരിക്കും ദൈവം എന്ന വാക്കിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വാക്കായിട്ട്? സ്നേഹമാണ് ദൈവം എന്നുള്ള അഭിപ്രായം കറക്റ്റാണ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെന്ന് പറയുമ്പം ഏറ്റവും വലിയ ദൈവം അമ്മയാണ് സ്നേഹം. ആ നിലയുണ്ട്. വിധി അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
മാതാവും പിതാവും ഗുരുവും എല്ലാം ദൈവമാണെന്നൊരു സങ്കല്പം പോലെ തന്നെ. അപ്പം അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ, അപ്പം ഇപ്പം വരുന്ന തലമുറകൾക്ക് പക്ഷേ നമ്മൾ നിർബന്ധമായി പറയാറുണ്ട് കുട്ടികൾക്കൊരു ദൈവീകത ആവശ്യമാണ്, ദൈവിക ചിന്ത ആവശ്യമാണ്. അപ്പം ആ വളർന്നു വരുന്ന തലമുറയോടും ദൈവം എന്ന സങ്കല്പത്തെക്കുറിച്ച്, ദൈവം എന്ന ആശയത്തെക്കുറിച്ച്, അങ്ങയുടെ ദൈവത്തെക്കുറിച്ച് എന്തായിരിക്കും? അതായത് വളരെ വ്യക്തമാണ്. ഏത് മനുഷ്യനും വേദനയ്ക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ എൻ്റെ അമ്മു എൻ്റെ ദൈവമേ എന്ന് വിളിക്കും, എൻ്റെ അമ്മയെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കും. ഒരു സംശയം വേണ്ട. ദൈവം എന്ന വാക്ക് കേട്ടിട്ടുള്ളവൻ്റെ വായിൽ നിന്ന് ആ വാക്ക് വീഴും, എൻ്റെ ദൈവമേ, ദൈവമേ രക്ഷിക്കണേ. ഇതൊരു സത്യമാണ്. ആരെന്ത് പറഞ്ഞാൽ ആ വസ്തുതയെ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹത്തിലേക്ക് ഏത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുക, അതിനകത്ത് ഗുണമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ഇതൊരു അനുഭവം അതാണ്. ഞാൻ പറയുമ്പോൾ നമ്മൾ പറയാമല്ലോ, ദുശകുനമൊക്കെ പറയാം. പലരും ദുശകുനത്തെ പറ്റി പറയാം, ശകുനം മോശമായി എന്ന്. എനിക്കൊരു അനുഭവമുണ്ട്. ഒരാളെ കണി കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചാൽ അന്ന് വണ്ടിയാണ് പോകണം. എൻ്റെ അനുഭവമാണ്, സത്യം പറയാം. പേരെന്നോട് ചോദിക്കാൻ പറയാം. ഒരു ദിവസം ഞാൻ രാവിലെ വണ്ടി ഓടിച്ച്, നൗഫൽ വണ്ടി ഓടിക്കുന്നു, ഞാൻ സൈഡിലേക്ക് ഇറങ്ങി വരാം. കൃത്യം അവനങ്ങോട്ട് വന്നു. അങ്ങോട്ട് വന്ന് അന്നേരം എൻ്റെ ഡ്രൈവറായി നൗഫൽ പറഞ്ഞു, ഞാൻ വണ്ടി ഓടിക്കുന്നില്ലെന്ന്, അപകടം ഉണ്ടാകും. ഞാൻ പറഞ്ഞു പോടാ അവിടുന്ന്, തെറ്റിദ്ധാരണായനെ കൊണ്ട് നടക്കരുത്, വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി വിട്ട് പോയി 15 മിനിറ്റ് വണ്ടി ഇടി കഴിഞ്ഞു. അപ്പോൾ ഇടി കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇരിക്കുന്നതിനോട് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടാൻ പോലെ ഞാൻ ചിരിച്ചു. ഇത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച ഞാൻ വീണ്ടും വണ്ടി കൊണ്ടുപോകുമ്പോൾ ഇവൻ ഇങ്ങനെ വെച്ചോട്ട് വണ്ടി ഓടിക്കുക. ഞാൻ ചെല്ലാന്ന് വെച്ചു, കണ്ടില്ലേ, ഞാൻ പുറകോട്ട് വയ്ക്കും. അവനെ കണ്ടു. നമുക്ക് പരിപാടി നിർത്തിയാലോ എന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു, ഡ്രൈവർ നമുക്ക് ഇന്ന് പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഇടപറ്റിയിൽ എരുമേലിക്ക് പോയേ പറ്റൂ, പോകണം, വിടാൻ പറഞ്ഞു. എരുമേലി അടുക്കാറായപ്പം വണ്ടി നേരെ ചെരിഞ്ഞ്. പക്ഷെ ദൈവം രക്ഷിച്ചു, ആത്മാർത്ഥമായിട്ട് പറയാം. അപ്പോഴും അവൻ പറഞ്ഞു എങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഇവൻ വരുന്നു. ഞാൻ വണ്ടി തിരിക്കാൻ പറഞ്ഞു, കെട്ടിയിടാൻ ഞാൻ പോക്ക് വേണമെന്ന്. ഇതൊക്കെ സത്യമാണ്, അനുഭവമാണ്. ചിലപ്പോൾ നമുക്കല്ലേ നമ്മുടെ യുക്തിയെ ഡിഫീറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങ് പ്രാർത്ഥന പറഞ്ഞു, അതും കൂടെ ചോദിച്ചാൽ അങ്ങൊക്കെ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ഒരു പൊതുപ്രവർത്തനം. ഞാൻ പറയും, ദൈവമേ, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കണേ. അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പട്ടിണിയില്ലാത്ത, രോഗം കുറവുള്ള, വേദന കുറവുള്ള ഒരു വർഷമാക്കി മാറ്റണേ, ഇതാ പ്രാർത്ഥിക്കുന്നു. അല്ല എന്നെ രക്ഷിക്കണേ, എന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. അത് എന്തായാലും എനിക്ക് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് വിരോധമില്ല. അതൊക്കെ ദൈവനിശ്ചയം പോലെ നടന്നോട്ടെ. ഒന്നുമില്ലാതെ ഇപ്പം നിർത്തണമെന്ന് പറഞ്ഞാൽ ഇപ്പം നിർത്താനുള്ള സന്മനസ്, ആ സന്മനസ് ക്ഷമിക്കാൻ നിർത്താനുള്ള മാനസിക നില എനിക്ക് ഒരു ഫീലിംഗും ഇല്ല. പക്ഷേ ഈ ചെല്ലുന്നിടത്തെല്ലാം രോഗം, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പൊതുബോധത്തിൽ പോലും പറയാറുണ്ട്. ഈ ദുഷ്ട മനസ്ഥിതിയായിട്ട് നടക്കുന്നതിനൊക്കെ പിടിച്ച് ഈ RCC കൊണ്ട കയറ്റുകൊണ്ട് അവനെ അതുപോലെ തന്നെ നമ്മുടെ ഊളംപാറ ആശുപത്രി കയറ്റുന്നു. ഈ രണ്ടിടത്ത് കയറി ഇറങ്ങി വരുമ്പോൾ മനുഷ്യനാവും. ഞാൻ പറയാം, വല്ലാത്തൊരു അലിവ് നോക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇതുപോലെ അലിവുണ്ടാകാൻ കാരണം ഈ ഊളംപാറ ആശുപത്രിയാണ്. ഞാൻ പെറ്റീഷൻ 82 പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായപ്പോൾ അതിനകത്ത് പോയി കയറുക. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞില്ല, എനിക്കതങ്ങോട്ട് മനുഷ്യൻ ഇങ്ങനെയാവുമല്ലോ ദൈവമേ, ഇത് ഒരു വിധിയാണ്, ദൈവം വിധിയല്ലേ. അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് മനുഷ്യനെ പറ്റി സ്നേഹം തോന്നുന്നത്. ഞാൻ ഈ അനാഥ മന്ദിരങ്ങളൊക്കെ അതുപോലെ പാലായിലും ഒരു സന്തോഷത്തിൻ്റെ ഒക്കെ ഉണ്ട്, ഞാനവിടെ പോകാറുണ്ട്. നമ്മൾ ചെയ്യാവുന്ന സഹായം ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ഞാൻ സഹായത്തിന് കാര്യമൊന്നുമല്ല, അതായത് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുക, നല്ലത് പറയുക, അങ്ങനെയൊക്കെ പോകാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. പക്ഷെ ഒരു സത്യം പറയാം, ദൈവചിന്ത മനുഷ്യനെ നന്മയിലേക്കും വളർച്ചയിലേക്കും നയിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. എല്ലാ സ്ഥലങ്ങളിലും സ്കൂളുകൾ പ്രത്യേകിച്ച് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, വനിത നമ്മുടെ ഈ കുടുംബശ്രീ 10 അവിടെ ഒക്കെ ഞാൻ പ്രസംഗിക്കുന്ന കാര്യം ഇതാണ്. നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയുള്ള കുടുംബങ്ങളാണ്. 5 നേരം നിസ്കരിക്കുന്ന മക്കളെ വളർത്തി, അമ്മ പ്രസവിച്ച മക്കൾ ഒരുമിച്ച് 5 നേരം നിസ്കരിക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യണം. ഹൈന്ദവ കുടുംബങ്ങളാണ്, ഹിന്ദു അമ്മ രാത്രി സമയത്ത് ദീപം തെളിക്കണം, രാമനാമം ജപിക്കണം. അങ്ങനെ ദീപം തെളിച്ച് രാമനാമം ജപിക്കുമ്പോൾ നിർബന്ധമായി ആ അമ്മ പ്രസവിച്ച മക്കൾ കൂട്ടത്തിലുണ്ടാവും. ക്രിസ്ത്യൻ കുടുംബങ്ങളാണെങ്കിൽ സന്ധ്യാനേരത്ത് ആ അമ്മ മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കണം. ആ അമ്മ പ്രസവിച്ച മക്കളും കൂട്ടത്തിലുണ്ടാവണം. അങ്ങനെയുള്ള കുടുംബത്തിലെ മക്കളൊന്നും
സാത്താൻ്റെ കയ്യിൽപ്പെടുകയില്ല. അങ്ങനെയുള്ള കുടുംബത്തിലെ പ്രാർത്ഥനയുള്ള കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ഒന്നിനെയും കഴുകാൻ കൊണ്ടുപോയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിത് പരസ്യമായി പറയുന്നതാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ വന്നുകൊണ്ട് യേശുവിയുടെ പ്രേക്ഷകർക്കായി ഇത് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയും. അങ്ങേക്ക് വ്യക്തിപരമായ പ്രാർത്ഥനകൾ കാണില്ല, പക്ഷേ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആരാധകരും അഭ്യുദയകാംക്ഷികളും ഒക്കെ ഉള്ളതാണ്. കേരളത്തിന് വേണ്ടിയുള്ള അങ്ങയുടെ എല്ലാ പ്രാർത്ഥനയും പ്രവർത്തനങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ ഓക്കെ.